ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായമാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം. 3-ാം അധ്യായത്തിൻ്റെ അവസാനം സ്നാപക യോഹന്നാൻ യേശുവിനെ കുറിച്ച് പറഞ്ഞ സാക്ഷ്യമാണ്. ഞാനോ കുറയണം, അവനോ വളരണം എന്നൊക്കെ പറഞ്ഞ് യേശുവും ആളുകളെ സ്നാനം കഴിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് യഹൂദന്മാരെ സ്നാപക യോഹന്നാനോട് വന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വായിച്ചതാണല്ലോ. 4-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ താൻ യോഹന്നാനേക്കാൾ കൂടുതൽ ആളുകളെ സ്നാനം കഴിപ്പിക്കുന്നു എന്ന് പരീശന്മാർ യഹൂദന്മാർ അറിഞ്ഞു എന്നറിഞ്ഞ് കർത്താവ് അവിടെ നിന്ന് മാറിപ്പോവുകയാണ്. കാരണം സ്നാപക യോഹന്നാൻ്റെ ശുശ്രൂഷയ്ക്ക് താൻ്റെ ഒരു തടസ്സമാകാൻ പാടില്ല. കർത്താവ് ആർക്കും ഒരിക്കലും ഒരു തടസ്സമാവില്ല. അതുകൊണ്ട് അവിടെ നിന്ന് യോഹന്നാന് ബുദ്ധിമുട്ടുണ്ടാക്കാതെ കർത്താവ് അവിടെ നിന്ന് മാറിപ്പോകുന്നു. നമ്മൾ വായിക്കുന്നു, കർത്താവ് ആരെയും സ്നാനം കഴിപ്പിച്ചില്ല, കർത്താവിൻ്റെ കൂടെയുള്ള ശിഷ്യന്മാരാണ് സ്നാനം കഴിപ്പിച്ചത്. കഴിപ്പിച്ച സ്നാനമൊക്കെ മാനസാന്തര സ്നാനവുമായിരുന്നു. അങ്ങനെ കർത്താവ് യഹൂദയിൽ നിന്ന് വീണ്ടും ഗലീലയിലേക്ക് യാത്ര പോകുന്ന വഴിക്ക് ശോഖാർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എത്തുകയാണ്. അവിടെ സമര്യരാണ് കൂടുതൽ പാർത്തിരുന്നത്. സമര്യരാരെന്ന് ഞാൻ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചിരുന്നു. ഇസ്രായേൽ ജനം അടിമത്തത്തിൽ പോയപ്പോൾ പിടിക്കപ്പെടാതെ ഇവിടെ നിന്ന യഹൂദന്മാർ ബാബിലോണിൽ നിന്ന് അന്ന് രാജാവ് ഇവിടെ കൊണ്ട് പാർപ്പിച്ച വിജാതികളുമായിട്ട് വിവാഹം കഴിച്ച് അവർ ജീവിക്കുകയും കാലക്രമത്തിൽ അവരുടെ വിശ്വാസം ജാതീയമായ വിശ്വാസത്തിൽ ഇവർ പങ്കുവഹിക്കുകയൊക്കെ ചെയ്തു പോയി. എന്നാൽ ബാബേൽ പ്രവാസത്തിൽ അടിമത്തത്തിൽ പോയ ഇസ്രായേൽ ജനം സത്യവിശ്വാസത്തിന് അവർ വ്യതിചലിച്ചില്ല. അവർക്കവിടെ ആരാധിക്കാൻ സ്ഥലമില്ലായിരുന്നു, സമയമില്ലായിരുന്നു. എന്നാൽ അവരുടെ ആ വിശ്വാസ തീഷ്ണത 137-ാം സങ്കീർത്തനത്തിൽ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ്. അവരോട് പാടുന്നുണ്ട്, ഇസ്രായേൽ അല്ലെങ്കിൽ ആ യെരുശലേമിനെ ഞങ്ങൾ മറക്കുന്നെങ്കിൽ ഞങ്ങളുടെ വലങ്കൈ മറന്നു പോകട്ടെ. ഞങ്ങളുടെ മുഖ്യ സന്തോഷത്തേക്കാൾ ഉപരി യെരുശലേമിനെ ഓർക്കാതിരുന്നതിൻ്റെ നാവണ്ണാക്കോടെ പറ്റിപ്പോകട്ടെ എന്നൊക്കെ പറഞ്ഞ് അവർ സ്വയം ഇത് ശപിക്കുന്ന ഒരു ഭാഗം 137-ാം സങ്കീർത്തനം. അവരുടെ വിശ്വാസത്തിൻ്റെ തീഷ്ണത നമുക്ക് മനസ്സിലാവും. അങ്ങനെ അവർക്ക് അവിടെ ആരാധിക്കാനുള്ളതായ ഒരു സ്ഥലമില്ലായിരുന്നു. അവർ അടിമത്തത്തിലായിരുന്നല്ലോ. പക്ഷേ വിശ്വാസത്തിൽ നിന്ന് അവർ വ്യതിചലിച്ചില്ല. 50 വർഷം അടിമത്തത്തിന് ശേഷം മടങ്ങി വന്ന് യെരുശലേം ദേവാലയം പുതുക്കി പണിയാൻ ആരംഭിച്ചപ്പോൾ ഇവിടെ ജാതികളുമായി ഇടകലർന്ന് ജീവിച്ചിരുന്ന പഴയ യഹൂദന്മാരും അവരോട് പറഞ്ഞു, നമ്മളൊക്കെ പൂർവ്വപിതാക്കന്മാരുടെ മക്കളാണ്, ഒന്നിച്ച് യെരുശലേം ദേവാലയം പണിയാമെന്ന് പറഞ്ഞു. പക്ഷേ പ്രവാസത്തിന് മടങ്ങി വന്ന യഹൂദന്മാരത് സമ്മതിച്ചില്ല. അവർ തന്നെ യെരുശലേം ദേവാലയം പണിതു. വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചവരെ അവർ കൂടെ കൂട്ടിയില്ല. അതിൻ്റെ വാശിക്ക് അവർ മറ്റൊരു ദേവാലയം പണിതു. യെരുശലേം ദേവാലയം ഇത് സ്ഥിതി ചെയ്യുന്ന മലയുടെ ഓപ്പോസിറ്റ് ഗെരിസീൻ എന്ന് പറയും. അവിടെ ഒരു ദേവാലയം പണിതു. യെരുശലേം ദേവാലയത്തെ പോലെ ഒരു ബദൽ സംവിധാനം അവരുണ്ടാക്കി. യെരുശലേം ദേവാലയത്തിൽ മണിയടിക്കുമ്പോൾ ഇവിടെ മണിയടിക്കും, അവിടെ യാഗം നടത്തും ഇവിടെ യാഗം നടത്തും, അവിടെ പെരുന്നാൾ നടത്തുമ്പോൾ ഇവിടെ പെരുന്നാൾ നടത്തും, അവിടെ പുരോഹിതന്മാരെ വാഴിക്കുമ്പോൾ ഇവിടെ പുരോഹിതന്മാരെ വാഴിക്കും. അങ്ങനെ ബദൽ സംവിധാനമുണ്ടാക്കി. അങ്ങനെ അവർ ആരാധിച്ചു വരുന്നൊരു കാലഘട്ടത്തിലാണ് യേശുവും സമരിയ സ്ത്രീയും തമ്മിലുള്ള സംഭാഷണം. അവർ തമ്മിൽ വലിയ ശത്രുതയിലുമായിരുന്നു. യേശു വഴി നടന്ന് ക്ഷീണിച്ച് അവിടെ ഇരുന്നു എന്ന് നമ്മൾ വായിക്കുന്നത്. കർത്താവ് ദൈവമാണ്, അതോടൊപ്പം തന്നെ പൂർണ്ണ മനുഷ്യനും കൂടിയാണല്ലോ. അപ്പോൾ മാനുഷികമായ എല്ലാ അവസ്ഥകളും കർത്താവിൻ്റെ ശരീരത്തിലുണ്ട്. അപ്പോൾ ശിഷ്യന്മാർ ഭക്ഷണം വാങ്ങാൻ വേണ്ടി അവർ പട്ടണത്തിലേക്ക് പോയിരിക്കുകയായിരുന്നു. അപ്പോൾ യേശു അവിടെ ഒരു കിണറിനരികെ ദാഹിച്ചിരിക്കുന്നു. അവൻ്റെ കർത്താവിൻ്റെ കൈ പാത്രങ്ങളിലല്ലോ വെള്ളം കോരി കുടിക്കുവാൻ. അപ്പോഴാണ് ഈ സമരിയ വംശത്തിൽപ്പെട്ട ഒരു സ്ത്രീ വെള്ളം കോരാൻ വരുന്ന അവളുമായിട്ടുള്ള സംഭാഷണമാണ് യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം. യേശുവോട് വെള്ളം ചോദിച്ചു. അപ്പോൾ അവൾ അതിശയിച്ചു. കാരണം സമരിയരും യഹൂദരും തമ്മിൽ
വലിയ ബന്ധമില്ല. രണ്ടാമത് സ്ത്രീകളോട് അങ്ങനെ നേരിട്ട് ചോദിക്കാറുമില്ല. അപ്പോൾ യേശു പറഞ്ഞു, അപ്പം അവൾ പറഞ്ഞു, ഇത് യാക്കോബിൻ്റെ കിണറാണ്. യാക്കോബ് തൻ്റെ മകനായ യൗസേപ്പിന് അവകാശമായി കൊടുത്ത ഒരു കിണറായിരുന്നത്. അവിടെ നിന്നാണ് അവൾ വെള്ളം കോരാൻ വന്നത്. അത് നട്ടുച്ച സമയം, സാധാരണ രാവിലെയോ അല്ലെങ്കിൽ ഒരു സൂര്യൻ അസ്തമിക്കാറാവുമ്പോൾ സായം സന്ധ്യയിലോ ആണ് സാധാരണ വെള്ളം കോരാൻ വേണ്ടി വരുന്നത്. ഈ സമയത്ത് സാധാരണ അവിടെ ആരും വരാറില്ല. പിന്നെ ഇവിടെ എന്തുകൊണ്ട് വന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് പിന്നീട് വായിക്കുമ്പോൾ മനസ്സിലാവും, ഇവൾക്ക് ആ ഗ്രാമത്തിൽ വലിയ മാനമോ സ്ഥാനമോ ഒന്നും ലഭിച്ചിരുന്നില്ല. അവളൊരു വഴിപഴിച്ച സ്ത്രീയായിട്ടാണ് ആളുകൾ അവളെ കണ്ടിരുന്നത്. അവൾ 5 ഭർത്താക്കന്മാർ നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഭർത്താവ് അല്ലാത്ത ഒരുവൻ്റെ കൂടെ താമസിക്കുകയാണ്. അപ്പം മറ്റുള്ള സ്ത്രീകളുടെ കൂടെ വരാൻ അവർക്ക് പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടായിരിക്കണം. അതുകൊണ്ടാണ് അവരാരും വരാത്ത സമയം നോക്കി അവൾ വെള്ളം കോരാൻ വന്നതാവാം. അപ്പോൾ യേശു അവൾ വെള്ളം ചോദിച്ചു. അപ്പോൾ അവൾ പറയുന്നുണ്ട്, നിങ്ങൾ യഹൂദർ ഇവിടെയാണ് ആരാധിക്കുന്നത്, ഞങ്ങൾ ആ മലയിലാണ് ആരാധിക്കുന്നത്. അപ്പോൾ യേശു ക്രിസ്തു അവളോട് പറയുന്നുണ്ട്, ദൈവം ആ മലയിലും ഈ മലയിലും ഒന്നുമല്ല. കാരണം ദൈവം ആത്മാവാണ്. കാരണം ഇപ്പോഴത്തെ യാഗമെല്ലാം മൃഗബലിയാണ്. കർത്താവ് പറഞ്ഞതിൻ്റെ അർത്ഥം അങ്ങനെ ഇത് മൃഗബലി കൊണ്ടൊന്നും പൂർണ്ണ ഇതാവില്ല. ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്ന കാലം വരും. ഇന്നിപ്പോൾ ഈ സ്ത്രീക്ക് ഇതൊന്നും ഇപ്പോൾ പറഞ്ഞാൽ ഒട്ടും മനസ്സിലാവില്ല എന്ന് നമുക്കറിയാം. യേശു അവളോട് ഒരു കാര്യം പറയുന്നുണ്ട്, നിങ്ങളിപ്പോൾ അറിയാത്തതിനെയാണ് ആരാധിക്കുന്നത്, ഞങ്ങൾ അറിയുന്നതിനെയാണ് ആരാധിക്കുന്നത് എന്ന് പറഞ്ഞാൽ ശമര്യരുണ്ടാക്കിയത് ബദൽ സംവിധാനമാണ്. യഹോവയായ ദൈവം പറഞ്ഞിട്ട് സ്ഥാപിച്ച ദേവാലയവും ആരാധനയൊക്കെ യെരുശലേമിലാണ്. ഇവരോടുള്ള ആ പിണക്കത്തിന് ബദൽ സംവിധാനമായിട്ടുണ്ടാക്കിയിട്ടുള്ളതാണത്. ഇവിടുത്തെ പോലെ കർമ്മങ്ങളൊക്കെ അവിടെയും എല്ലാം നടത്തിയേക്കാം, പക്ഷെ അവിടെ നിന്ന് യഥാർത്ഥ രക്ഷ ഉണ്ടാവുകയില്ല. ഇന്ന് ക്രൈസ്തവ സമൂഹത്തിലും ഇത് തന്നെ നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് ബദൽ സംവിധാനങ്ങൾ ഇന്നുണ്ട്. എന്നാൽ കർത്താവ് അപ്പസ്തോലന്മാരിലൂടെ സ്ഥാപിച്ചതായ സഭയുണ്ട്, അപ്പസ്തോലിക സഭകൾ. അതിന് വ്യത്യസ്തമായി ഓരോ വ്യക്തികൾ എഴുന്നേറ്റിട്ട് ഓരോ സ്ഥലത്ത് ഓരോ ആരാധനാലയങ്ങൾ പണിയുകയും അവിടെ ആരാധിക്കുകയൊക്കെ ചെയ്യുന്ന ഒരുപാട് പ്രവണതകൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ ബദൽ സംവിധാനങ്ങളാണ്. അവിടെ നിന്ന് രക്ഷ ഉണ്ടാകണമെന്നില്ല. യഹോവ പറഞ്ഞിട്ട് സ്ഥാപിച്ച ദേവാലയം, യഹോവയുടെ കൽപ്പന പ്രകാരം ഇത് നിർമ്മിതമായ ദേവാലയം, യഹോവയുടെ കൽപ്പന പ്രകാരം നമ്മുടെ കർത്താവിൻ്റെ ആ കൽപ്പന പ്രകാരം സ്ത്രീഹന്മാരാൽ സ്ഥാപിതമായ സഭ, അതൊക്കെയാണ് യഥാർത്ഥത്തിലുള്ള സഭയെന്ന് പറയുന്നത്. എവിടെയായാലും ഏത് ദേവാലയങ്ങളിലായാലും സത്യത്തിലും ആത്മാവിലുമുള്ള ആരാധന ഉണ്ടാവണം. ബാഹ്യകർമ്മങ്ങൾ കൊണ്ട് മാത്രം ആർക്കും രക്ഷയുടെ പൂർണ്ണതയിലേക്ക് വരാൻ സാധിക്കുകയില്ല. പഴയ നിയമത്തിൽ മുഴുവൻ നമുക്കറിയാം കർമ്മപരമായ ആരാധനയാണ്. പുതിയ നിയമത്തിൽ ഓരോ കർമ്മങ്ങളും ചെയ്യുമ്പോൾ അതിൻ്റെ ആന്തരികമായ മർമ്മങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ആരാധിക്കുമ്പോൾ മാത്രമേ അതിനവിടെ പ്രസക്തി ഉണ്ടാവുന്നുള്ളൂ. ശിഷ്യന്മാർ മടങ്ങി ഭക്ഷണവുമായിട്ട് വന്നപ്പോൾ കാണുന്ന കർത്താവ് സ്ത്രീയുമായിട്ട് സംഭാഷണം നടത്തുന്നതാണ് അവർക്ക് അതിശയമുണ്ടായി. കാരണം യഹൂദന്മാർ തന്നെയല്ല പുരുഷൻ ഒറ്റയ്ക്ക് അങ്ങനെ സ്ത്രീയോട് സംസാരിക്കുക എന്നുള്ളത് സമൂഹ മധ്യത്തിൽ അങ്ങനെ ഒരു അനുവദനീയമല്ല, പരിചയമല്ലാത്തൊരു സ്ത്രീയുമായി. അപ്പോൾ യഹൂദന്മാർ ശിഷ്യന്മാരൊക്കെ കണ്ട അതിശയിച്ചെങ്കിൽ കർത്താവിനോടൊന്നും അവർ ചോദിച്ചില്ല. ഈ സമരിയ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളിൽ വന്ന മാറ്റമാണ് നമുക്ക് ചിന്താവിഷയമാവേണ്ടത്. യേശു അവളോട് സംസാരിച്ചു, അവളുടെ ഹൃദയരഹസ്യങ്ങളൊക്കെ യേശു പറഞ്ഞു. അവൾക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോഴുള്ളവൻ ഭർത്താവല്ല. ഇതൊക്കെ കേട്ടപ്പോൾ അവൾ പെട്ടെന്ന് മനസ്സിലാക്കുന്നു, ഇവൻ സാധാരണ മനുഷ്യനല്ല. എൻ്റെ രഹസ്യ സ്വഭാവത്തെ മനസ്സിലാക്കി എന്നോട് സംസാരിക്കാൻ സാധിക്കുന്ന ഇവൻ സാധാരണ മനുഷ്യനിൽ നിന്ന് വ്യത്യസ്തനാണ്. അപ്പോൾ അവൾ അവിടെ തന്നെ യേശുവിൻ്റെ ഈ വചനങ്ങളൊക്കെ അവൾ കേട്ടു. കർത്താവ് പറഞ്ഞു,
ഈ ജലം കുടിക്കുന്നവനൊക്കെ പിന്നെ ദാഹിക്കും. ഞാൻ കൊടുക്കുന്നതായ ജലം കുടിക്കുന്ന ഒരു നാളും ദാഹിക്കുകയില്ല. അത് നിത്യജീവനിലേക്ക് വഴി നടത്തുന്നതായ വെള്ളമാണ്. അപ്പോൾ മാനുഷികമായിട്ട് അവൾ ചിന്തിച്ചുകൊണ്ട് പറയുന്ന, കർത്താവേ, അങ്ങനെയാണെങ്കിൽ ആ ജലം എപ്പോഴും എനിക്ക് നൽകണമേ. അപ്പോൾ എനിക്ക് വെള്ളം കോരാൻ വരേണ്ട ആവശ്യമില്ലല്ലോ. എപ്പോഴും അവൾ മനസ്സിലാക്കുന്ന സാധാരണ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് കർത്താവ് പറയുന്നുവെന്നാണ്. അവൾക്ക് ഇപ്പോൾ അങ്ങനെ മാത്രമേ അവൾക്കത് മനസ്സിലാക്കാനും സാധിക്കുകയുള്ളല്ലോ. പക്ഷെ ഒരു കാര്യം അവൾ മനസ്സിലാക്കി, അവളുടെ ഹൃദയ രഹസ്യങ്ങളെ, അവളുടെ രഹസ്യ ജീവിതത്തെ ആരും പറയാതെ ഇങ്ങോട്ട് പറഞ്ഞ മനുഷ്യന്, അവന് ദൈവികമായ ശക്തി കൊണ്ട് അവനായിരിക്കണം അവരും പ്രതീക്ഷിച്ചിരിക്കുന്ന മശിഹ. അവർ യഹൂദരായിരുന്നല്ലോ ഒരു കാലത്ത്. അവരും മശിഹയുടെ ആഗമനത്തെക്കുറിച്ച് പ്രതീക്ഷിച്ചിരുന്നു. അപ്പോൾ മശിഹ ആണെന്നുള്ള ധാരണയിൽ, ആ ഒരു വിശ്വാസത്തിൽ അവൾ നേരെ ഗ്രാമത്തിലേക്ക് കൂടി ആളുകളോടെല്ലാം ചെന്ന് അങ്ങ് പറയുകയാണ്, ഞാൻ മശിഹയെ കണ്ടെത്തി, നിങ്ങൾ വന്ന് കാണാൻ. ആ ഒരു സ്ത്രീയിൽ വന്ന മാറ്റം ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ ചിന്തിച്ചാൽ, യേശുവിൻ്റെ ആ വചനം ആദ്യം മറ്റുള്ളവരോട് പോയി പറയുന്നൊരു സ്ത്രീയായിട്ട് അവൾ അങ്ങ് മാറുകയാണ്, സുവിശേഷകയാണ്. ഈ സ്ത്രീയുടെ ജീവിതത്തിൽ വന്ന മാറ്റം എന്താണ്? രാവിലെ അവൾ ആ പാപിയാണ്. കാരണം 5 ഭർത്താക്കന്മാരുടെ താമസിച്ച് ഭർത്താവില്ലാത്ത ഒരുവൻ്റെ കൂടെ ഇപ്പോൾ അവൾ വസിക്കുന്നവളാണ്. അവളുടെ അവസ്ഥ അതാണ്. അതുകൊണ്ട് സമൂഹത്തെ ഭയപ്പെട്ടാണ് അവൾ വെള്ളം കോരാൻ, ആരുമില്ലാത്ത സമയം നോക്കി വെള്ളം കോരാൻ അവൾ വന്നത്. യേശുവിനോട് ഏതാനും സമയം സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവളിൽ വലിയ മാറ്റമുണ്ടായി, രൂപാന്തരമുണ്ടായി, അവൾക്ക് മാനസാന്തരമുണ്ടായി എന്നർത്ഥം. അത് കഴിഞ്ഞപ്പോൾ സന്ധ്യയായപ്പോഴത്തേക്കും അവളൊരു സുവിശേഷകയായി മാറുകയാണ്. ഗ്രാമത്തിലുള്ള മുഴുവൻ ആളുകളെയും അവൾ വിളിച്ചുകൊണ്ട് വരികയാണ്. എന്ത് പെട്ടെന്നാണ് ആ സ്ത്രീയിലൊരു മാറ്റമുണ്ടായത്! ഒറ്റ ദിവസം കൊണ്ട്. രാവിലെ പാപി, ഉച്ചയ്ക്ക് മാനസാന്തരം, ഉച്ച കഴിഞ്ഞപ്പോൾ അവൾ സുവിശേഷകയായി മാറുകയാണ്. അവളുടെ ജീവിത സാഹചര്യം കൊണ്ട് അവൾ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും അവളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവൾ മശിഹായെ പ്രതീക്ഷിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ആ ഗ്രാമത്തിലുള്ളവരൊക്കെ അവളുടെ വചനം കേട്ട് വന്നവരൊക്കെ യേശുവിൽ വിശ്വസിച്ചെന്ന് നമ്മൾ വായിക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവിൻ്റെ ശിഷ്യന്മാർ പിന്നെ അതെല്ലാം സംഭവം കഴിഞ്ഞപ്പോൾ കർത്താവിനോട് പറഞ്ഞു, കർത്താവെ, ഭക്ഷണമുണ്ട്, കഴിച്ചാലും. യേശുവരോട് പറയുന്നുണ്ട്, നിങ്ങൾ അറിയാത്തൊരു ഭക്ഷണം എനിക്കുണ്ട്. അപ്പോൾ അവർ വിചാരിച്ചു അവരറിയാതെ കർത്താവിന് എവിടെയെങ്കിലും ഭക്ഷണം കിട്ടിക്കാണും. എന്നിട്ട് യേശു പറഞ്ഞു, അതൊന്നുമല്ല, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നതാണ് എൻ്റെ ഭക്ഷണം. എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നതാണ് എൻ്റെ ഭക്ഷണം. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ എന്ന് കർത്തൃ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോഴും പ്രധാനമായിട്ടുള്ളത് ഈ ആത്മീയമായ ഭക്ഷണമാണത് നമുക്ക് ലഭ്യമാകുന്നത് പിതാവിൻ്റെ ഇഷ്ടം, ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മൾ ചെയ്യുമ്പോഴാണ്. എന്നിട്ട് കർത്താവ് അവരോട് ഒരു കാര്യം, എൻ്റെ ശിഷ്യന്മാരുടെ കർത്താവ് പറയുന്നു, ഇപ്പോൾ തന്നെ നിങ്ങൾ തലയുയർത്തി നോക്കുവിൻ. സാധാരണ കൊയ്ത്തിന് 4 മാസമാണ് സമയമെടുക്കുക വിത്ത് വിതച്ചാൽ ആ കാലങ്ങളിൽ. ഇപ്പോൾ തന്നെ കൊയ്യാൻ തക്കവണ്ണം എല്ലാം പാകമായിരിക്കുന്നു. യേശു പറഞ്ഞതിൻ്റെ അർത്ഥം, യേശു വിതച്ചതായ വചനമായ വിത്ത് സമരിയാദേശത്ത് വീണപ്പോൾ ഒരൊറ്റ ദിവസം കൊണ്ട് അത് കൊയ്ത് ഫലമെടുക്കാൻ തക്കവണ്ണം അത് പക്വമായി എന്നുള്ളതാണ്. അതാണ് പെട്ടെന്ന് അവരിലുണ്ടായ മാറ്റം. ഒറ്റ ദിവസം കൊണ്ട് ആ ഗ്രാമം മുഴുവൻ യേശുവിൽ വിശ്വസിക്കുകയാണ്. വിതച്ച വിത്ത് സാധാരണയായി 4 മാസം എടുക്കും. അത് മുളച്ച്, അത് വളർന്ന്, അതിൽ കതിര് വന്ന്, അത് പാകമായി കൊയ്തെടുക്കുവാൻ. പക്ഷേ സമരിയാദേശത്ത് കർത്താവ് വിതച്ച വിത്ത് ഒരൊറ്റ ദിവസം കൊണ്ട് ഫലം നൽകുകയാണ്. പ്രിയമുള്ളവർ, നമ്മളിൽ വീണിട്ടുള്ളതായ വിത്തുകൾ, നമ്മൾ ജനിച്ചപ്പോൾ മുതൽ ഈ വിത്തുകൾ നമ്മളിൽ വിതയ്ക്കപ്പെടുന്നുണ്ട്. വായനയിലൂടെയും പ്രസംഗങ്ങളിലൂടെയും കേൾവിയിലൂടെയൊക്കെ നമുക്കത് ലഭിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ വിതയ്ക്കപ്പെട്ട വിത്തിന് എന്ത് മാറ്റം സംഭവിച്ചിട്ടുണ്ട്? എന്തെങ്കിലും ഒരു മാറ്റം സംഭവിക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്.
വിരിച്ച വിത്ത് വിതച്ചതുപോലെ തന്നെ അവിടെ കിടക്കുന്നു എന്നുള്ളതല്ലാതെ ഒരു മുള പൊട്ടാൻ പോലും സാധിക്കാത്ത അവസ്ഥയിൽ നമ്മളായിരിക്കുന്നു. അപ്പോൾ ഈ സമരിയാദേശത്താണ് ഭയങ്കരമായ മാറ്റം. ഒറ്റ ദിവസം കൊണ്ട് അവരെല്ലാം, ആ ഗ്രാമം മുഴുവൻ യേശുവിൽ വിശ്വസിക്കുന്നതിന് മുഖാന്തരമായത് പാപി എന്ന സമൂഹം മുദ്ര കുത്തപ്പെട്ട ഒരു സ്ത്രീയാണ്. അവൾ ഒരു വശത്ത് പാപം ചെയ്യുന്നവളാണെങ്കിലും മറുവശത്ത് അവളുടെ ഹൃദയം ദൈവത്തിനായി കാംക്ഷിച്ചിരുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കണം. ജീവിത സാഹചര്യങ്ങൾ അവളെ വഴിതെറ്റിച്ചിരിക്കാം, എങ്കിലും അവളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവത്തെ അവൾ അറിയുവാൻ, പൂർണ്ണമായി അറിയുവാൻ അവൾ ആഗ്രഹിച്ചിരുന്നവളാണ് എന്ന് നമുക്കിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എന്നിട്ട് ആ ഗ്രാമക്കാരുടെ നിർബന്ധപ്രകാരം കർത്താവ് 2 ദിവസം അവരോട് അവിടെ താമസിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു, കർത്താവിൻ്റെ ശുശ്രൂഷയുടെ അവസാനം കർത്താവ് യെരുശലേമിലേക്ക് പോകാൻ 2 ദിവസം സമരകളിൽ താമസിക്കാൻ കർത്താവ് ആഗ്രഹിച്ച് യാക്കോബിനെയും യോഹന്നാനെയും അവിടെ പറഞ്ഞു വിടുന്നുണ്ട്. തനിക്കവിടെ വഴിയൊരുക്കുവാൻ, തനിക്കവിടെ താമസിക്കാനുള്ള ഒരു ക്രമീകരണം ചെയ്യുവാൻ. പക്ഷെ അന്നേരം അവർ സമ്മതിച്ചില്ല. അപ്പോഴാണ് യാക്കോബും യോഹന്നാനും പറഞ്ഞത്, സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി അവരെ നശിപ്പിക്കാൻ ഏലിയാവ് പ്രാർത്ഥിച്ച പോലെ ഞങ്ങൾ പ്രാർത്ഥിക്കട്ടെ എന്നൊക്കെ ചോദിച്ചു. നമ്മളിത് നേരത്തെ ആ ഭാഗം വായിച്ച് ധ്യാനിച്ചതാണ്. അങ്ങനെയുള്ള മാറ്റം പിന്നീട് ആ ഗ്രാമത്തിൽ ഉണ്ടാവുന്നുണ്ട്. അത് സ്വാഭാവികമാണ്. കാരണം ആ വർഗവിദ്വേഷം, അവൻ യഹൂദൻ, നമ്മളെ ശമര്യയിൽ നിന്നുള്ള അവരുടെ ആ സാമൂഹിക പശ്ചാത്തലത്തിലുണ്ടാകുന്ന ആ ഒരു വെറുപ്പ് കൊണ്ടാണ് പിന്നീട് അങ്ങനെ സംഭവിക്കുന്നത്. എന്തായിരുന്നാലും ഈ സമയത്ത് അവർക്കൊരു വലിയ മാറ്റം അവിടെ സംഭവിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ ഇന്ന് ചിന്തിക്കേണ്ടത്, നമ്മൾ വിതയ്ക്കപ്പെടുന്നതായ വിത്തിന് എന്ത് മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വേദപുസ്തകം വായിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അതനുസരിച്ച് ഉള്ള ഫലം കായ്ക്കാൻ കൂടി നമ്മൾ ഇത് ശ്രമിക്കേണ്ടതാണ്. അല്ലെ, അതിനനുസരിച്ച് നമ്മുടെ ജീവിതം മാറ്റപ്പെടേണ്ടതാണ്. പിന്നെ നമ്മൾ അവസാനം വായിക്കുന്നത് ഒരു ഭൃത്യൻ്റെ മകനെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നതാണ്. ഇതുമോട് സാമ്യമുള്ള മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 5 മുതൽ 13 വരെയും ലൂക്കോസിൻ്റെ സുവിശേഷം 7-ന്റെ 1 മുതൽ 10 വരെയുള്ള ഭാഗങ്ങളിൽ പറയുന്നതായ ഒരു രാജഭൃത്യൻ്റെ ഒരു മകനെ അവിടെയും സൗഖ്യമാക്കുന്ന ഭാഗം നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അതിൽ നിന്ന് ഇത് അല്പം വ്യത്യാസമുണ്ട്. ആ ഭാഗങ്ങളിലൊക്കെ പറയുന്നത് അവിടെ ശതാധിപനാണ്, ഇവിടെ രാജഭൃത്യനാണ്. അവിടെ അവൻ്റെ രോഗം പക്ഷാഘാതമായിരുന്നു, ഇവിടെ അവന് പനിയാണ് അഥവാ ജ്വരമാണ്. അവിടെ ശതാധിപൻ വിജാതീയനാണ്, ഇവിടെ യഹൂദനാണ്. അങ്ങനെ ചില വ്യത്യാസം. അപ്പോൾ രണ്ട് സംഭവങ്ങളായിരിക്കാം. ആ മനുഷ്യന് സമൂഹ മധ്യത്തിലുള്ളതായ അന്തസ്സും ആ സ്ഥാനമൊക്കെ അവൻ മാറ്റിവെച്ച് ജനമധ്യത്തിൽ അവനുണ്ടാകാവുന്ന വിമർശനങ്ങളെയൊക്കെ അവൻ അവഗണിച്ച് കർത്താവിനോടുള്ള വിശ്വാസത്തിൽ കർത്താവിൻ്റെ അടുക്കൽ വന്ന് അവൻ യാചിക്കുന്ന നമുക്ക് കാണാൻ പറ്റും. അവനെ യേശു തമ്പുരാൻ പറഞ്ഞ ഒരു വാക്ക് കേട്ട് അവൻ മടങ്ങിപ്പോവുകയാണ്. അവനവിടെ ചെല്ലുമ്പോൾ തന്നെ അവൻ്റെ മകനെ സൗഖ്യം പ്രാപിച്ചതറിഞ്ഞു. അവൻ ചോദിച്ചു എപ്പോഴാണ് അവൻ സൗഖ്യമായത്. അപ്പോൾ പറഞ്ഞു, ഇന്നലെ 7 മണി എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് 1 മണി സമയത്ത്. അപ്പോൾ അവൻ ചിന്തിച്ചു, ഞാൻ കർത്താവിനോട് സംസാരിച്ച അതേ സമയം, കർത്താവ് എന്നോട് സംസാരിച്ച അതേ സമയമാണ് എൻ്റെ മകന് സൗഖ്യം വന്നതെന്ന് ആ മനുഷ്യൻ അവിടെ മനസ്സിലാക്കുകയാണ്. അവൻ്റെ പൂർണ്ണമായ സമർപ്പണവും ഒക്കെ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇന്നത്തെ നമ്മുടെ ഈ 4-ാം അധ്യായത്തിലെ ചിന്താവിഷയം സമരിയ സ്ത്രീയുമായുള്ള യേശുവിൻ്റെ സംഭാഷണമാണ്. ആ സ്ത്രീയിൽ വന്ന മാറ്റം നമ്മിലുണ്ടാവണം. നിത്യജീവൻ്റെ ആ വെള്ളത്തിനു വേണ്ടിയുള്ള ദാഹം നമുക്കുണ്ടാകണം. ആ ദാഹം നമുക്ക് സമീപിപ്പിക്കുന്ന ഒരു വലിയ
ജലമാണ് ദൈവവചനം. അതുകൊണ്ട് ഈ ദൈവവചനം വായിക്കുവാനും ധ്യാനിക്കുവാനും നമുക്ക് എല്ലാ ദിവസവും ഇടയാകണം. അതനുസരിച്ച് ആ സ്ത്രീയിൽ വന്ന മാറ്റം നമ്മിലുണ്ടാവണം. ആ മാറ്റത്തിനു വേണ്ടി പരിശുദ്ധാത്മാവെ ഞങ്ങളിൽ ശക്തമായി ഇടപെടണമേ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോ ദിവസവും ജീവിക്കാം. ഇന്നത്തെ ഈ പകൽക്കാലവും ആ സ്ത്രീയിലുണ്ടായ മാറ്റം നമ്മിലും ഉണ്ടാകുവാൻ തക്കവണ്ണം ദൈവത്തിന് നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ച് നമുക്ക് ജീവിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിന് നമ്മെ സഹായിക്കട്ടെ.